ഇരുവരും വീണ്ടും നടന്ന് മദങ്കാശ്രമത്തിലെത്തി. ശബരിയെ കണ്ടു. കാണാൻ കൊതിച്ചിരുന്ന ശ്രീരാമരൂപം കണ്ട് ശബരി കണ്ണുനീർ വാർത്തു. തൻ്റെ ഗുരുക്കന്മാരായ മുനിമാർ തപസ്സു ചെയ്ത് സത്യലോകം പ്രാപിച്ചതും ശ്രീരാമൻ ഉടൻ ഇങ്ങോട്ട് വരും, അവനെ കണ്ടതിനു ശേഷം നീയും ബ്രഹ്മപദത്തിൽ ചേരുവെന്ന് പറഞ്ഞതും ശബരി ഓർമ്മിപ്പിച്ചു. ഹീനാജാതി എന്ന് വിളിക്കപ്പെട്ട തനിക്ക് ഇതിന് അവകാശമുണ്ടോ എന്നറിയില്ലെന്നു കൂടി ശബരി പറഞ്ഞു. ശ്രീരാമൻ ശബരിയെ നമസ്കരിച്ചു. തുടർന്ന് പറഞ്ഞു, ഭവതി കേൾക്കുക, എന്നെ ഭജിക്കാൻ എന്നിലുള്ള ഭക്തി മാത്രം മതി. സ്ത്രീ എന്നതോ പുരുഷനെന്നതോ ജാതി എന്നതോ എന്ത് പേരാണെന്നതോ അവിടെ ഒരു പ്രശ്നമേയല്ല. ഭക്തിയുണ്ടെങ്കിൽ എല്ലാം ഉണ്ടാകും. മറ്റെന്തുണ്ടായിട്ടും ഭക്തിയില്ലെങ്കിൽ ഒരു കാര്യവുമില്ലതാനും. ശബരി വീണ്ടും നമസ്കരിച്ചു. ശ്രീരാമചന്ദ്ര, സീതാദേവി ലങ്കയിൽ അങ്ങയെ മാത്രം ഓർത്തു ജീവിക്കുന്നു. രാവണന്റെ അനുചരരായ നിശാചാരികൾ കാവലിനുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യണം. കുറച്ചുകൂടി തെക്ക് ഭാഗത്തേക്ക് നടന്നാൽ പമ്പാ സരസ് കാണാം. അതിനടുത്തായി ഋഷ്യമൂകാചലം എന്നൊരു പർവ്വതമുണ്ട്. അതിൽ സൂര്യപുത്രനായ വാനരവീരൻ സുഗ്രീവൻ ജ്യേഷ്ഠനായ ബാലിയെ പേടിച്ച് താമസിക്കുന്നുണ്ട്. കൂടെ 4 മന്ത്രിമാരും. സുഗ്രീവനോട് അങ്ങ് സഖ്യം ചെയ്യണം. ബാക്കിയൊക്കെ മംഗളമായി വരും. ശ്രീരാമമന്ത്രം ഉരുവിട്ടുകൊണ്ട് ശബരി അഗ്നിയിൽ പ്രവേശിച്ച് ബ്രഹ്മപദം പ്രാപിച്ചു. രാമലക്ഷ്മണന്മാർ ഋഷ്യമൂകാചലത്തിനടുത്തെത്തി. അപരിചിതരായ 2 പേരെ കണ്ട് സുഗ്രീവൻ പരിഭ്രാന്തനായി. അപ്പോൾ തന്നെ മന്ത്രിയായ ഹനുമാനെ കാര്യമന്വേഷിക്കാൻ നിയോഗിച്ചു. അഞ്ജനാതനയൻ ബ്രഹ്മചാരി വേഷം ധരിച്ച് ഋഷ്യമൂകാചലത്തിലേക്ക് വരുന്ന മഹാപുരുഷന്മാരെ സമീപിച്ചു. ആരാണെന്നും എവിടുന്ന് വരുന്നുവെന്നും ചോദിച്ചു. ഹനുമാന്റെ ചോദ്യവും വിനയവും ഭാഷാശുദ്ധിയും ശ്രീരാമനെ ആകർഷിച്ചു. അത് ലക്ഷ്മണനോട് പറയുകയും ചെയ്തു. തുടർന്ന് തങ്ങളെ പറ്റിയുള്ള വിവരങ്ങളും ഹനുമാനോട് പറഞ്ഞു. ഹനുമാൻ രാമലക്ഷ്മണന്മാരെ വീണ്ടും നമസ്കരിച്ചു. സുഗ്രീവൻ പർവ്വതത്തിൽ താമസിക്കുന്ന കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. ജ്യേഷ്ഠനായ ബാലി അനുജനായ സുഗ്രീവനെ ഓടിച്ചതിന് ശേഷം അനുജന്റെ ഭാര്യയെയും കൈവശപ്പെടുത്തിയിരിക്കുകയാണ്. താൻ സുഗ്രീവന്റെ മന്ത്രിയാണ്. പേര് ഹനുമാൻ. ഹനുമാൻ ബ്രഹ്മചാരി വേഷം മാറ്റി വാനരവേഷം കൈകൊണ്ടു. രാമലക്ഷ്മണന്മാരെ തോളിലെടുത്ത് സുഗ്രീവന്റെ അരികിലേക്ക് യാത്രയായി. സുഗ്രീവ, ദശരഥപുത്രന്മാരായ രാമലക്ഷ്മണന്മാരാണിവർ. നീ ഇപ്പോൾ അനുഭവിക്കുന്ന ദുരിതത്തിൽ നിന്ന് നിന്നെ ഇവർ രക്ഷിക്കും. വേഗം സഖ്യമുണ്ടാക്കിക്കൊള്ളൂ എന്ന് ഹനുമാൻ. സുഗ്രീവൻ സഖ്യം ആഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, സീതാദേവിയെ ഞങ്ങൾ കണ്ടുപിടിച്ചു തരാം. അതിനു മുൻപ് മറ്റൊരു കാര്യം പറയാം. ഞങ്ങളിവിടെ താമസിക്കുമ്പോൾ ഒരു ദിവസം ഒരു യുവതിയെ ആകാശമാർഗേണ കൊണ്ടുപോകുന്നത് കണ്ടു. അവൾ കുറച്ച് ആഭരണങ്ങൾ താഴോട്ടിട്ടു. ഞങ്ങളത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് ദേവിയുടെ ആണോ എന്ന് അങ്ങ് നോക്കണം. ആഭരണങ്ങൾ കണ്ടതോടെ ശ്രീരാമചന്ദ്രൻ ദുഃഖാർത്ഥനായി. കണ്ണു നിറഞ്ഞ് കണ്ണ് കാണാതായി. ലക്ഷ്മണനോട് ഈ ആഭരണങ്ങളൊക്കെ ദേവിയുടെ ആണോ എന്ന് നോക്കാൻ പറഞ്ഞു. ആഭരണങ്ങൾ കണ്ടിട്ട് ലക്ഷ്മണൻ പറഞ്ഞു, പ്രഭു, ആ വളയും തോൾവളയുമൊക്കെ ദേവിയുടേതാണോ എന്ന് എനിക്കറിയില്ല. എന്നാൽ ആ കൊലുസ് ദേവിയുടേത് തന്നെയാണ്. ദിവസവും ജ്യേഷ്ഠത്തിയമ്മയുടെ കാൽ തൊട്ട് തൊഴുന്നതിനാൽ അതെനിക്ക് ഉറപ്പായും തിരിച്ചറിയാൻ കഴിയും. സുഗ്രീവൻ രാമനെ ആശ്വസിപ്പിച്ചു. താമസിയാതെ ഇരുവരും അഗ്നിസാക്ഷികളായി സഖ്യവും ചെയ്തു. അതിരിക്കട്ടെ, ജ്യേഷ്ഠാനുജന്മാർ എങ്ങനെ ശത്രുക്കളായെന്ന് രാമൻ. സുഗ്രീവൻ ആ കഥ പറഞ്ഞു. മയ്യന്റെ പുത്രനായ മായാവി എന്ന അസുരൻ യുദ്ധം ചെയ്യാൻ ആളെ തിരക്കി മതിച്ചു നടക്കുന്ന കാലം. കിഷ്കിന്ധയിൽ വന്ന് ബാലിയെ വെല്ലുവിളിച്ചു. ബാലിയുടെ കയ്യിൽ നിന്ന് നല്ല ഇടി വാങ്ങിച്ചു കിട്ടിയ മായാവി ഓടി രക്ഷപ്പെടാൻ നോക്കി. ബാലി വിട്ടില്ല. മായാവിയുടെ കൂടെ പാഞ്ഞു. ജ്യേഷ്ഠന് സഹായമായി സുഗ്രീവനും കൂടെ പോയി. മായാവി ഓടിയൊരു ഗുഹയിൽ കയറി. കൂടെ ബാലിയും. കയറുന്നതിന് മുൻപ് ബാലി സുഗ്രീവനോട് പറഞ്ഞു, നീ ഇവിടെ കാവൽ നിൽക്കണം. ഗുഹയിൽ നിന്ന് പാലാണ് വരുന്നതെങ്കിൽ അസുരൻ മരിച്ചതായി കണക്കാക്കണം. എനിക്ക് വേണ്ടി കാത്തു നിൽക്കുക. അതേസമയം ചോരയാണ് വരുന്നതെങ്കിൽ ഗുഹ നല്ലവണ്ണം അടച്ച് നീ പോയിക്കൊള്ളുക. ഞാനങ്ങനെ കാത്തു നിന്നു, സുഗ്രീവൻ പറഞ്ഞു. എന്നിട്ട് രാമൻ ആകാംക്ഷ അടുക്കാനായില്ല. 1 മാസം കഴിഞ്ഞപ്പോൾ ഗുഹാദ്വാരത്തിലൂടെ ചോര ഒഴുകിപ്പരന്നു. എൻ്റെ ജ്യേഷ്ഠൻ കൊല്ലപ്പെട്ടെന്ന് കരുതി വലിയൊരു പാറക്കല്ല് വെച്ച് ഗുഹ അടച്ച് ഞാൻ കൊട്ടാരത്തിലേക്ക് പോയി. ജ്യേഷ്ഠൻ മരിച്ചതിനാൽ എല്ലാവരും കൂടി എന്നെ രാജാവാക്കി. കുറച്ചു നാൾ കഴിഞ്ഞ് വലിയൊരു അട്ടഹാസം കേട്ട് ചെന്നു നോക്കിയപ്പോൾ അതാ ബാലി. അസുരൻ മായ പ്രയോഗിച്ച് ചോര വരുത്തിയതായിരുന്നു. സത്യത്തിൽ ജ്യേഷ്ഠനായിരുന്നു ജയിച്ചത്. ഞാൻ കൊല്ലാൻ മനഃപൂർവ്വം ഗുഹ അടച്ചതാണെന്ന് തെറ്റിദ്ധരിച്ച് എന്നെ കൊല്ലാൻ വന്നു. ഞാൻ ഇവരോടൊപ്പം ഓടി ഋഷ്യമൂകാചലം കയറി. ഇവിടെ ബാലി വരില്ല. പണ്ടൊരു താപസന്റെ ശാപത്തിനാൽ ഇവിടെ കയറിയാൽ ബാലിയുടെ തല പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് ജീവൻ രക്ഷിക്കാൻ ഞാനിവിടെ കഴിയുകയാണ്. എൻ്റെ രാജ്യവും ഭാര്യയും എല്ലാം ബാലി കൈയടക്കി വെച്ചിരിക്കുന്നു. സുഗ്രീവൻ പറഞ്ഞു നിർത്തി. വിഷമിക്കേണ്ടടോ, തൻ്റെ രാജ്യവും ഐശ്വര്യവും എല്ലാം തിരിച്ചു ലഭിക്കും. ഇത് ശ്രീരാമൻ്റെ വാക്കാണ്. രാമൻ പറഞ്ഞത് കേട്ട് സുഗ്രീവന് സന്തോഷമായി. എന്നാൽ രാമൻ്റെ ശക്തിയൊന്ന് അറിയണമല്ലോ. സുഗ്രീവൻ പിന്നെയും പറഞ്ഞു, രാമ, പണ്ടൊരിക്കൽ ദുന്ദുബി എന്ന അസുരൻ ബാലിയുമായി യുദ്ധം ചെയ്തു. ബാലി തല പറിച്ചെടുത്ത് ചുഴറ്റിയെറിഞ്ഞു. അതിൽ നിന്ന് രക്തത്തുള്ളികൾ മദങ്കാശ്രമത്തിൽ വീണു.
ഇതിൽ കോപാകുലനായ മുനി ശപിച്ചത് കാരണമാണ് ബാലിക്ക് ഇവിടെ വരാൻ പറ്റാത്തത്. മാത്രമല്ല ആര് തന്നോട് യുദ്ധം ചെയ്യാൻ വന്നാലും അവരുടെ പകുതി ബലം ബാലിക്ക് ലഭിക്കും. അങ്ങനെയൊരു വരവുമുണ്ട് അവന്. എന്തായാലും ആ ദുന്ദുബിയുടെ തലയാണ് ആ കിടക്കുന്നത്. അതെടുത്തെറിയാൻ കഴിയുന്നവന് അതീവ ബലശാലിയായ ബാലിയെ നിഗ്രഹിക്കാം. അങ്ങേക്കത് കഴിയുമോ? സുഗ്രീവൻ ചോദിച്ചു. ശ്രീരാമൻ ഒരു ചെറുപുഞ്ചിരിയുടെ കാലിൻ്റെ പെരുവിരൽ കൊണ്ട് ദുന്ദുബിയുടെ തല തോണ്ടി ദൂരേക്കെറിഞ്ഞു. എല്ലാവരും അത്ഭുത പരതന്ത്രരായി. സുഗ്രീവന് എന്നിട്ടും സംശയം തീർന്നില്ല. പ്രഭോ, ആ നിൽക്കുന്നത് ബാലി മല്ല് പിടിക്കുന്ന 7 സാലവൃക്ഷങ്ങളാണ്. വട്ടത്തിൽ നിൽക്കുന്ന ഈ വൃക്ഷങ്ങൾ ബാലി പിടിച്ചു കുലുക്കുമ്പോൾ അതിൻ്റെ എല്ലാ ഇലകളും കൊഴിഞ്ഞു പോകും. ഈ വൃക്ഷങ്ങൾ ഒരമ്പേത് മുറിച്ചാൽ അത് ചെയ്യുന്ന ആൾക്ക് ബാലിയെ ഉറപ്പായും കൊല്ലാൻ കഴിയും. സുഗ്രീവൻ മടിച്ചു പറഞ്ഞു. രാമനൊരു ശരമെടുത്ത് തൊടുത്തു വിട്ടു. 7 സാലവൃക്ഷങ്ങളും മുറിഞ്ഞു വീണു. അമ്പ് തിരിച്ച് രാമൻ്റെ അടങ്ങാത്ത ആവനാഴിയിൽ വന്ന് വിശ്രമിച്ചു. സുഗ്രീവൻ സന്തോഷം കൊണ്ട് മതിമറന്നു. ശ്രീരാമനെ സ്തുതിച്ചു. ശ്രീരാമൻ പറഞ്ഞു, സുഗ്രീവ, പോയി വിളിക്കൂ ആ ബാലിയെ യുദ്ധത്തിന്. സുഗ്രീവൻ തയ്യാറായി കിഷ്കിന്ധയിലേക്ക് നടന്നു.